പ്ലസ് ടു കെമിസ്ട്രി ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ ഫണ്ടമെന്റൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ ആ ചാപ്റ്റർ പൂർണ്ണമായി നല്ലവണ്ണം പഠിക്കാൻ വേണ്ടി ഫണ്ടമെന്റലായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. അതായത് പാഠപുസ്തകത്തിലുള്ള ഫണ്ടമെന്റൽ കൺസെപ്റ്റുകളെ പറ്റി ആദ്യം സംസാരിക്കാം. അപ്പൊ അതിനുവേണ്ടി ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിനെ ഞാൻ രണ്ട് ബോക്സിലേക്ക് മുറിച്ചെഴുതിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ബോക്സിൽ ഇലക്ട്രോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ ബോക്സിന് കെമിസ്ട്രി എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ചാപ്റ്ററിനെ ചിലപ്പോൾ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് വായിക്കാം. അതായത് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റി മനസ്സിലാക്കാം. ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ച് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാം. അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കുന്ന കെമിക്കൽ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോളിസിസ് എന്ന് പറയാം. ഇലക്ട്രോളിസിസ് നമുക്കറിയാം, വാട്ടർ ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്താൽ അത് ഹൈഡ്രോളിസിസ് ആണ്. ഹീറ്റ് ആഡ് ചെയ്ത് ബ്രേക്ക് ചെയ്താൽ അത് പൈറോളിസിസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കുന്ന പ്രോസസ്സുകളെ ഇലക്ട്രോളിസിസ് എന്ന് പറയണം. ഇനി തിരിച്ച് ഒരു ബാറ്ററിക്കകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ബാറ്ററിക്കകത്ത് ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. ആ കെമിക്കൽ സബ്സ്റ്റൻസിൽ നിന്ന് ബാറ്ററി ഒരു ടോർച്ചിനകത്ത് ഇടുന്ന സമയത്ത് ലൈറ്റ് കത്തും, അതായത് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുന്നു. നേരെ തിരിച്ച്, അതായത് കെമിക്കൽ എനർജി ഉപയോഗിച്ച് നടക്കുന്ന അല്ലെങ്കിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻസിനെ പറ്റി മനസ്സിലാക്കണം. അതായത് രണ്ട് കൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുന്ന ഇലക്ട്രോളിസിസ് ഉണ്ട്. ഇത് നേരെ തിരിച്ച് ബാറ്ററിയിലേക്ക് സംഭവിക്കുന്നത് പോലെ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്ന ആ പ്രോസസ്സുകളെ സാധാരണ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സുകൾ എന്ന് പറയണം. അല്ലെങ്കിൽ ഗാൽവാനിക് പ്രോസസ്, ലൂയി ഗാൽവനി എന്ന ശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്ന ഗാൽവാനിക് പ്രോസസ് എന്ന് പറയണം. അല്ലെങ്കിൽ അലസാൻഡ്ര വോൾട്ടയുടെ പേരിൽ അറിയപ്പെടുന്ന വോൾട്ടായിക് പ്രോസസ് എന്ന് പറയണം. പ്രോസസ് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനേയും നിങ്ങൾക്ക് വിളിക്കാം ഒരു ഗാൽവാനിക് സെൽ എന്ന് പറയാം, അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിനകത്ത് ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഈ ഗാൽവാനിക് പ്രോസസ്സുകളെ പറ്റി പറയണം. ഇനി രണ്ടാമത്തെ കാര്യം ഇലക്ട്രോളിസിസിനെ പറ്റി പഠിക്കണം. ഇനി മൂന്നാമതൊരു കാര്യം, ഇതുമായിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് ബന്ധമില്ലാത്ത കണ്ടക്ടൻസ് എന്നറിയപ്പെടുന്ന മറ്റൊരു ടോപ്പിക്കിനെ പറ്റി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഗാൽവാനിക് പ്രോസസ്സുകളെ പറ്റി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്ന പ്രോസസ്സുകളെ പറ്റി പറയാം. മറ്റൊന്ന് ഇലക്ട്രോളിസിസുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സുകളെ പറ്റി പറയാം. ഇനി കണ്ടക്ടൻസ് എന്നറിയപ്പെടുന്ന ഒരു സെപ്പറേറ്റ് ടോപ്പിക്. അങ്ങനെ മൂന്ന് ഭാഗങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലുണ്ടെന്ന് ഓർത്തോണം. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ രണ്ട് ഓപ്പോസിറ്റ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഒന്ന് ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിക്കുകയും മറ്റൊന്ന് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത കാര്യം ആനോഡ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചാർജ് വെച്ച് പറയുക. ഇപ്പൊ പോസിറ്റീവ് ഇലക്ട്രോഡ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് ആണോ എന്ന് പറയുക നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് നിങ്ങൾ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സിലാണോ അല്ലെങ്കിൽ അത് ഗാൽവാനിക് പ്രോസസ്സിലാണോ തിരിച്ചറിഞ്ഞതിന് ശേഷമേ ചാർജ് വെച്ച് പറയാൻ കഴിയുള്ളൂ. അതായത് പിന്നെ നമ്മൾ ഇലക്ട്രോളിസിസ് പ്രോസസ്സിലാണെങ്കിൽ ആനയോണുകൾ ചെന്നെത്തുന്ന സ്ഥലം, ആനയോണിന് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ആനയോണുകൾ ചെന്നെത്തുന്ന സ്ഥലം ആനോഡാണ്. ഇപ്പൊ ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സുകളിൽ ആനോഡ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ഗാൽവാനിക് പ്രോസസ്സുകളിൽ ആനോഡിന് നെഗറ്റീവ് ചാർജ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ചാർജ് വെച്ച് പറയാം. ചാർജ് വെച്ച് പറഞ്ഞാൽ നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും. ആനോഡ് എന്താണെന്ന് ചോദിച്ചാൽ ആലോചിച്ച് പറയേണ്ടി വരും. ആ പ്രോസസ് ഇലക്ട്രോളിസിസ് ആണോ അല്ലെങ്കിൽ ഗാൽവാനിക് ആണോ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചാർജ് വെച്ച് പറയാൻ കഴിയുള്ളൂ. കാരണം രണ്ട് ഓപ്പോസിറ്റ് പ്രോസസ് ആണ്.
അതുകൊണ്ട് ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സിൽ ആനോഡിന്റെ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അതേസമയം ഗാൽവാനിക് പ്രോസസ്സിൽ ആനോഡ് നെഗറ്റീവ് ചാർജ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ പ്രോസസ്സ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചാർജ് വെച്ച് കൃത്യമായി പറയാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ അതിനേക്കാളും എളുപ്പമായ മാർഗം എന്ന് വെച്ചാൽ ആനോഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം, രണ്ട് തരം പ്രോസസ്സിലായാലും ആനോഡ് എന്താണെന്ന് ചോദിച്ചാൽ ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ മതി. ഇനി ഓക്സിഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷമേ അറിയാം. ഇലക്ട്രോണിക് കൺസെപ്റ്റ് അനുസരിച്ച് ഓക്സിഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോഡ് വിത്ത് ലോസ് ഓഫ് ഇലക്ട്രോൺ, എവിടെയാണോ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നത് ആ സ്ഥലത്തിന് നമുക്ക് ആനോഡ് എന്ന് പറയാം, ഈ രണ്ട് തരം സെല്ലിലും. ഓക്കെ, അപ്പൊ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ചാർജ് വെച്ച് പറയാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ എന്നാലും അത് ഏത് പ്രോസസ്സാണ് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ചാർജ് വെച്ച് പറയാൻ കഴിയുള്ളൂ. രണ്ടുപേർക്കും കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം ഇതാണ്. ആനോഡ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സിലായാലും ഗാൽവാനിക് പ്രോസസ്സിലായാലും ആനോഡ് എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലമാണെന്ന് പറയാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് പറയാം, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടിയ സ്ഥലമാണെന്ന് പറയാം. മോർ റിയാക്റ്റീവ്. ഓക്കെ, തിരിച്ച് കാഥോഡ് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ കൗണ്ടറായിട്ട് പറയാം. റിഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ് കാഥോഡ്, അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ ഗെയിൻ ചെയ്യുന്ന സ്ഥലമാണ് കാഥോഡ്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാണ് കാഥോഡ് എന്ന് നമുക്ക് പറയണം. അപ്പൊ അങ്ങനെ ആനോഡ് കാഥോഡ് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ വെറുതെ ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പോൾ സോഡിയം നമുക്കറിയാം, നമ്മളൊരു റിയാക്ടിവിറ്റി സീരീസ് പണ്ട് എപ്പോഴോ പഠിച്ചിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. ഓക്കെ, അപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ക്രമം എന്ന് വെച്ചാൽ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡർ ആണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഗോൾഡ് എന്ന് വെച്ചാൽ റിയാക്ടിവിറ്റി കുറഞ്ഞൊരു മെറ്റലാണ്, അതേസമയം പൊട്ടാസ്യം, സോഡിയം ഒക്കെ റിയാക്ടിവിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റിനെ അങ്ങോട്ടൊന്ന് മാച്ച് ചെയ്താൽ, ഇപ്പൊ ഞാൻ ചോദിക്കാം, ഇപ്പൊ പൊട്ടാസ്യവും ഗോൾഡും ചേർന്നൊരു സെൽ ഉണ്ടാക്കിയാൽ അതിലെ ആനോഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം. രണ്ടെണ്ണത്തിൽ വെച്ച് റിയാക്ടിവിറ്റി കൂടുതൽ ആർക്കാണെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യമാണ്. റിയാക്ടിവിറ്റി കൂടിയ ആളുടെ ആനോഡാണ് നമുക്കറിയാം. സോ പൊട്ടാസ്യം ആനോഡും ഗോൾഡ് കാഥോഡുമാണ്. ഓക്കെ, അലുമിനിയവും കോപ്പറും ചേർന്നൊരു സെൽ ഉണ്ടാക്കിയാൽ നമുക്കറിയാം അലുമിനിയത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ കമ്പാരിറ്റീവ്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ അലുമിനിയം ആനോഡ്, കോപ്പർ കാഥോഡുമാണ്. അപ്പോൾ ഇലക്ട്രോൺ ഗെയിനിങ് നടക്കേണ്ട സ്ഥലം അവിടെ കോപ്പറിലാണ്, ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന സ്ഥലം അവിടെ അലുമിനിയത്തിലാണെന്ന് ഓർമ്മ വരണം. ഓക്കെ, അതുപോലെ സിങ്കും കോപ്പറും ചേർന്നൊരു സെൽ ഉണ്ടാക്കിയാൽ അവിടുത്തെ ആനോഡ് കമ്പാരിറ്റീവ്ലി റിയാക്ടിവിറ്റി കൂടിയ സിങ്കാണ്. ഓക്സിഡേഷൻ നടക്കുന്ന സിങ്കിലാണ്, റിയാക്ടിവിറ്റി കൂടുതൽ സിങ്കിലാണെന്ന് നമുക്കറിയാം. അതേസമയം അവിടുത്തെ കാഥോഡ്, ആ സെല്ലിന്റെ കാഥോഡ് എന്ന് വെച്ചാൽ കോപ്പറാണ്, കാരണം അവിടെ റിയാക്ടിവിറ്റി കുറവാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായത് നമ്മുടെ ചാപ്റ്ററിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഗാൽവാനിക് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, മറ്റൊന്ന് ഇലക്ട്രോളിസിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, മറ്റൊന്ന് കണ്ടക്ടൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, ഇനി അതിൽ ആനോഡ് എന്താണെന്നും കാഥോഡ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയാം, അത് തിരിച്ചറിയാനും അറിയാം. ഇനി ചാർജ് വെച്ച് പറയാൻ ബുദ്ധിമുട്ടില്ല, നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചാർജ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് പറയാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോഡും അതിന്റെ തന്നെ സൊല്യൂഷനും ചേർന്നിരുന്നാൽ നമ്മൾ വിളിക്കുന്ന പേര് ഒരു ഹാഫ് സെൽ എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഹാഫ് സെൽ എന്ന് ഉദ്ദേശിക്കുന്നത്, ആ ടേം ഉദ്ദേശിക്കുന്നത് ഒരു ഇലക്ട്രോഡും അതിന്റെ സൊല്യൂഷനും ചേർന്നിരുന്നാൽ, ഒരു ഉദാഹരണത്തിന് അലുമിനിയം സൾഫേറ്റും ചേർന്നിരുന്നാൽ അതൊരു ഹാഫ് സെല്ലായി. അലുമിനിയം സൾഫേറ്റ് അല്ലെങ്കിൽ അലുമിനിയം ക്ലോറൈഡ്, ഒരു ഇലക്ട്രോഡും അതിന്റെ സൊല്യൂഷനും ചേർന്നാൽ നമുക്ക് അവിടെ ഹാഫ് സെല്ലായി എന്ന് പറയാം. പിന്നെ അതുപോലെ സിങ്ക് സൾഫേറ്റ് ഹാഫ് സെല്ലുകളാണ്. കോപ്പർ സൾഫേറ്റ് ഹാഫ് സെല്ലാണ്. കോപ്പർ ക്ലോറൈഡ് ഹാഫ് സെല്ലാണ്. പിന്നെ സിൽവർ നൈട്രേറ്റ്, സിൽവറിന്റെ നൈട്രേറ്റും ചേർന്നാൽ ഒരു ഹാഫ് സെല്ലായി. അതായത് ഒരു ഇലക്ട്രോഡും അതിന്റെ സൊല്യൂഷൻ ചേർന്നിരുന്നാൽ അവിടെ ഹാഫ് സെല്ലായി എന്ന് ഓർമ്മിച്ചോണം. ഓക്കെ, അപ്പൊ ഇനി 2 ഹാഫ് സെല്ലുകൾ ചേർന്നാൽ അവിടെ ഒരു കംപ്ലീറ്റ് സെൽ ഉണ്ടാക്കാം. അപ്പൊ അതില് ഒരു സെൽ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത്, 2 ഹാഫ് സെല്ലുകൾ ചേർത്തൊരു സെൽ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഇടതുവശത്ത് റെപ്രസെന്റ് ചെയ്യേണ്ടത് ആനോഡിന്റെ ഹാഫ് സെല്ലിനെ പറ്റിയാണ്. അതായത് സെൽ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് സെല്ലിന്റെ പടം വരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ സെൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാലോ ഇടതുവശത്ത് റെപ്രസെന്റ് ചെയ്യേണ്ടത് ആനോഡിക് ഹാഫ് സെല്ലിനെയാണ്. ഇനി നമുക്കറിയാം ഒരു ഹാഫ് സെൽ എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോഡും സൊല്യൂഷനും ഉണ്ട്. അതിൽ ആനോഡിന്റെ പേര് ആദ്യം പറയണം, ദെൻ ആനോഡിന്റെ സൊല്യൂഷന്റെ പേര് പറയണം. ഇനി വലതുവശത്ത് കാഥോഡിന്റെ കാര്യങ്ങൾ പടം വരയ്ക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. വലതുവശത്ത് കാഥോഡിക് ഹാഫ് സെൽ റെപ്രസെന്റ് ചെയ്യണം. സോ വലതുവശത്ത് കാഥോഡിക് ഹാഫ് സെൽ എഴുതുമ്പോഴത്തേക്ക് അവിടെ കാഥോഡിക് സൊല്യൂഷൻ
കാഥോഡിക് സൊല്യൂഷൻ ആദ്യം പറയണം, ദെൻ കാഥോഡിന്റെ കാര്യം പറയണം. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഒരു ഹാഫ് സെൽ എന്താണെന്ന് മനസ്സിലായി. ഇനി രണ്ട് ഹാഫ് സെല്ലുകൾ ചേർത്താൽ ഒരു സെൽ ഉണ്ടാക്കാം. ഒരു സെൽ ഉണ്ടാക്കുന്ന സമയത്ത് സെൽ റെപ്രസെന്റ് ചെയ്യേണ്ട മാർഗം എന്ന് വെച്ചാൽ ഇടതുവശത്ത് ആനോഡിക് ഹാഫ് സെൽ റെപ്രസെന്റ് ചെയ്യണം, വലതുവശത്ത് കാഥോഡിക് ഹാഫ് സെൽ റെപ്രസെന്റ് ചെയ്യണം. ഇനി ആനോഡിക് ഹാഫ് സെൽ എന്ന് വെച്ചാൽ നമുക്കറിയാം അവിടെ ഒരു ആനോഡ് എന്ന ഇലക്ട്രോഡ് ഉണ്ട്, അത് ആദ്യം എഴുതണം. ദെൻ ആനോഡിക് സൊല്യൂഷന്റെ പേര് രണ്ടാമത് എഴുതണം. ഇനി വലതുവശത്ത് വരുന്ന സമയത്ത് കാഥോഡിക് സൊല്യൂഷന്റെ പേര് ആദ്യം എഴുതണം, പിന്നെ കാഥോഡിന്റെ പേര് രണ്ടാമത് എഴുതണം. ഓക്കെ, ഇനി നമുക്കറിയാം ഈ ആനോഡ് എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഒരു മെറ്റലോ ഒക്കെ ആയിരിക്കാം, പിന്നെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ലിക്വിഡ് ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള രണ്ട് ഇന്റർഫേസ് സെപ്പറേഷൻ, രണ്ട് ഫേസുകൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ ഇങ്ങനെ കൊടുക്കാറുണ്ട്. സോ ആനോഡ് ഒരു സ്ലാഷ് ഇട്ടിട്ട് ആനോഡിക് സൊല്യൂഷൻ. ഇനി കാഥോഡിക് സൊല്യൂഷനും കാഥോഡും തമ്മിലും ഇതുപോലെ ഒരു സ്ലാഷ് കൊടുക്കാറുണ്ട്. അതെന്തിനെന്ന് ഞാൻ പറഞ്ഞു, രണ്ട് ഡിഫറെന്റ് ഫേസ് ആയതുകൊണ്ട് ഫേസ് സെപ്പറേഷന് വേണ്ടി കൊടുക്കുന്നതാണ് ഈ സ്ലാഷ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒരു ആനോഡിക് ഹാഫ് സെല്ലും ഒരു കാഥോഡിക് ഹാഫ് സെല്ലും എടുത്തു വെച്ചാൽ നമുക്കൊരു സെൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോ രണ്ട് ഹാഫ് സെല്ലുകൾ, അതായത് ഒരു ആനോഡിക് ഹാഫ് സെല്ല് ആയി, ഇതൊരു കാഥോഡിക് ഹാഫ് സെല്ലായി. ഇതെങ്ങനെ വെച്ചിരുന്നാൽ നമുക്കറിയാം ഒരു സെൽ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ പരസ്പരം കണക്ട് ചെയ്യണം. ഈ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി മെറ്റലുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പൊട്ടൻഷ്യോമീറ്ററോ വോൾട്ടിമീറ്ററോ ഒക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ബൾബ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. പക്ഷെ സൊല്യൂഷനിലൂടെ അയോണിന്റെ കണ്ടക്ഷൻ വന്നാൽ മാത്രമേ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു യു ഷേപ്പുള്ള ട്യൂബാണ്. ഈ ട്യൂബിനകത്ത് അമോണിയം ക്ലോറൈഡ് പോലുള്ള സോൾട്ട് നിറച്ചു വെച്ചിട്ടുണ്ട്. അഗർ എന്നറിയപ്പെടുന്ന ജെല്ലി പോലുള്ള ഒരു സാധനം കൊണ്ട് അതിനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റേണൽ സർക്യൂട്ട് കണക്ട് ചെയ്യണം. അതായത് സൊല്യൂഷനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു സോൾട്ട്, അമോണിയം ക്ലോറൈഡ് പോലുള്ള സോൾട്ട്, പൊട്ടാസ്യം ക്ലോറൈഡ് പോലുള്ള സോൾട്ട് അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ആ സോൾട്ടിനെ അഗറിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്കറിയാം ഇത് സോൾട്ട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിനെ വിളിക്കേണ്ട പേര് സോൾട്ട് ബ്രിഡ്ജ് ആണ്. ആ സോൾട്ട് ബ്രിഡ്ജിനെ ഇവിടെ കാണിക്കുന്നത് രണ്ട് വരകൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു സെൽ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഇടതുവശത്ത് ആനോഡിക് ഹാഫ് സെൽ പടം വരയ്ക്കുമ്പോൾ അങ്ങനെ തന്നെ വരണം. വലതുവശത്ത് കാഥോഡിക് ഹാഫ് സെല്ലിന്റെ കാര്യം പറയണം. ഇനി ആനോഡിക് ഹാഫ് സെല്ലും കാഥോഡിക് ഹാഫ് സെല്ലും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കണം. ഓക്കെ, സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അവിടെ ഇന്റേണൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ശരി. അപ്പൊ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടെ വ്യക്തമായി പറയാം. അതായത് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പൊ അതിനകത്ത് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഗാൽവാനിക് പ്രോസസ് അല്ലെങ്കിൽ വോൾട്ടായിക് പ്രോസസ് എന്ന് പറയാം. അതിന്റെ പ്രത്യേകത ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനേയും കെമിക്കൽ എനർജി ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടായാൽ, അല്ലെങ്കിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താൽ അതിനെ നമുക്ക് വിളിക്കേണ്ട പേരാണ് ഗാൽവാനിക് അല്ലെങ്കിൽ വോൾട്ടായിക് എന്ന് പറയാം. ഇനി ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറയേണ്ടത്. ഇനി രണ്ട് ഓപ്പോസിറ്റ് പ്രോസസ് ആയതുകൊണ്ട് ചാർജ് വെച്ച് പറയാൻ വേണ്ടി ആലോചിച്ച് വേണം പറയേണ്ടത്. അപ്പൊ അതിനേക്കാളും എളുപ്പ വഴി എന്ന് വെച്ചാൽ ആനോഡ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ് ആണെന്ന് പറയാം. രണ്ട് തരത്തിൽപ്പെട്ട പ്രോസസ്സുകൾക്കും, അതായത് ഇലക്ട്രോളിക് പ്രോസസ്സുകൾക്കും ഗാൽവാനിക് പ്രോസസ്സുകൾക്കും ആനോഡ് എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം തന്നെയാണ്. ഇനി ഓക്സിഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നേരത്തെ അറിയാം, ഇലക്ട്രോണിന്റെ റിമൂവൽ ആണ്. ഇനി പെട്ടെന്ന് നമുക്ക് പ്രാക്ടിക്കലായി മനസ്സിലാക്കാനുള്ള എളുപ്പ വഴി എന്ന് വെച്ചാൽ അവിടെ റിയാക്ടിവിറ്റി കൂടിയ ആ സ്ഥലം ആനോഡ്, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി കൂടിയ ആള് ആനോഡാണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇനി അടുത്ത് പറഞ്ഞ കാര്യം ഹാഫ് സെല്ലിനെ പറ്റിയാണ്. ഹാഫ് സെൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇലക്ട്രോഡും അതിന്റെ സൊല്യൂഷനും ചേർന്നിരുന്നാൽ ഹാഫ് സെൽ ആവും. ഇനി ആ ഹാഫ് സെല്ലിന്റെ പ്രത്യേകത ഒരു ഉദാഹരണം സിങ്ക് സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്, ഇതെല്ലാം ഹാഫ് സെല്ലുകളായിട്ട് പറയാം. ഇനി ഹാഫ് സെല്ലുകൾ ചേർന്നിട്ട് കംപ്ലീറ്റ് സെൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പടം വരച്ചാലും സെൽ റെപ്രസെന്റ് ചെയ്താലും ശരി, ആനോഡിക് ഹാഫ് സെല്ലുകളെ ഇടതുവശത്തും കാഥോഡിക് ഹാഫ് സെല്ലുകളെ വലതുവശത്തും വരയ്ക്കുക. സെൽ റെപ്രസെന്റ് ചെയ്യാനുള്ള മാർഗം ആനോഡിക് സൊല്യൂഷൻ, പിന്നെ സോൾട്ട് ബ്രിഡ്ജിന് വേണ്ടി 2 വര, ദെൻ കാഥോഡിക് സൊല്യൂഷൻ, ദെൻ കാഥോഡ്, ഈ ക്രമത്തിൽ വരയ്ക്കണം. ഓക്കെ, അപ്പൊ അത്രയും കാര്യം എല്ലാവർക്കും മനസ്സിലായി. ഇനി അടുത്ത് നമ്മുടെ ഹാഫ് സെല്ലിലേക്ക് തിരിച്ചു വന്നാൽ, ഇവിടെ ഒരു ഹാഫ് സെൽ ആണെങ്കിൽ അതിലെ മെറ്റൽ ഇപ്പൊ സിങ്ക് ആണെന്ന് വെച്ചോ.
സിങ്ക്. ഇനി അതിലെ സൊല്യൂഷൻ Zn2+ ആണ്. Zn2+. അപ്പോൾ സിങ്കും സിങ്കിന്റെ സൊല്യൂഷനും ചേർന്ന് ഒരു ഹാഫ് സെൽ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എളുപ്പ വഴിയിൽ ഈ സിങ്ക് എന്ന് പറയുന്നതിന് പകരം ഒരു മെറ്റൽ എം എന്ന് എഴുതി. ഏതോ ഒരു മെറ്റൽ, സിങ്കിനെ പറ്റി ആയിക്കോട്ടെ, കോപ്പറോ എന്തോ ആയിക്കോട്ടെ, എം എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇനി Zn2+ എന്നതിന് പകരം ഞാൻ Mn+ എന്ന് എഴുതി. ഇനി ഇലക്ട്രോണിന്റെ എണ്ണം കാണിക്കാൻ വേണ്ടി +n ഇലക്ട്രോൺ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഹാഫ് സെല്ലിലെ ഒരു റിയാക്ഷൻ ഞാൻ ഇവിടെ കാണിക്കുന്നു. നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി Mn+ n ഇലക്ട്രോൺ M എന്ന് റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ സാധാരണ എഴുതുമ്പോൾ Zn2+ 2 ഇലക്ട്രോൺ ഗീവ്സ് Zn എന്ന് എഴുതുന്നത് പോലെ Al3+ 3 ഇലക്ട്രോൺ ഗീവ്സ് Al എന്ന് എഴുതുന്നത് പോലെ ജനറൽ ആയിട്ട് ഞാൻ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. Mn+ ഉം M എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ഹാഫ് സെൽ എഴുതി. അതിലെ Zന് പകരം M എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. Zn2+ന് പകരം Mn+ എന്ന് കാണിക്കുന്നു. അപ്പോൾ ഇവിടെ സംശയം വരരുത്, അത് റെപ്രസെന്റേഷൻ മാത്രമാണ്. Mn+, Zn2+ പോലെ, Al3+ പോലെ, Cu2+ പോലെ, Ag+ പോലെ, Mn+ ഈ ഇലക്ട്രോണിനെ കാണിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ ഇനി നമുക്കറിയാം ഇതൊരു മറ്റൊരു ഹാഫ് സെല്ലോട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ മെറ്റലിന് ഓക്സിഡേഷൻ സംഭവിക്കാറുണ്ട്. അതായത് M എന്നുള്ളത് ഗീവ്സ് Mn++ n ഇലക്ട്രോണായി മാറുന്നുണ്ട്. അത് നമുക്കറിയാം ഓക്സിഡേഷൻ ആണ്. ഇനി അതേസമയം സൊല്യൂഷനിൽ കിടക്കുന്ന Mn+ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് M ആയി മാറുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സാധാരണക്കാരന് അവിടെ എന്തെങ്കിലും സംഭവിച്ചതായിട്ട് തോന്നില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഇതിനെ മറ്റൊരു ഹാഫ് സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് മെറ്റലിന് ഓക്സിഡേഷൻ സംഭവിക്കാം. M എന്നുള്ളത് Mn+ ആയി സൊല്യൂഷനിലേക്ക് ഇറങ്ങാം. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു ഓക്സിഡേഷൻ ആണ്. ശരി. ഇനി അതേസമയം സൊല്യൂഷനിൽ കിടക്കുന്ന Mn+ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തിട്ട് അവിടെ M ആയി മാറുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു ഹാഫ് സെല്ലിലായാലും ശരി അതിനകത്ത് ഓക്സിഡേഷൻ പ്രോസസ്സും മറ്റൊരു റിഡക്ഷൻ പ്രോസസ്സും നടക്കുന്നുണ്ട്. രണ്ടും കൂടെ ചേർത്ത് വായിച്ചാൽ നമുക്കറിയാം, റെഡും ഓക്സും കൂടെ ചേർന്ന് നമുക്കറിയാം അവിടെ റിഡോക്സ് റിയാക്ഷൻ ആണ്. അപ്പോൾ ഒരു ഹാഫ് സെല്ലിനകത്തും റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്. ഇനി റിഡോക്സ് റിയാക്ഷൻ എവിടെ വന്നാലും ശരി അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹാഫ് സെല്ലിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് കാരണക്കാരന്മാര് നമുക്കറിയാം, അത് ഓക്സിഡേഷനും അതുപോലെ തന്നെ റിഡക്ഷനുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ പണ്ട് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നും റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നും രണ്ട് പേരുകൾ കൂടെ പറഞ്ഞിരുന്നു. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നും റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നും 3 വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പണ്ട് റെപ്രസെന്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെന്ന് ഓർമ്മിച്ചോണം. അപ്പൊ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു ഹാഫ് സെല്ലിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ വിളിക്കേണ്ട പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് കാരണം അവിടെ റിഡോക്സ് റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഇനി ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന മറ്റൊരു പേര് തന്നെയാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നോക്കാം, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി Mn+ എന്ന് എഴുതിയാൽ അത് ശരിയല്ല. കാരണം അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഓക്സിഡേഷൻ എന്ന രീതിയിലാണ്. അപ്പൊ നമുക്കറിയാം ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ വിളിക്കേണ്ടത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നായതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് Mn+/m എന്ന രീതിയിൽ തന്നെ റെപ്രസെന്റ് ചെയ്യണം. എങ്കിലേ റിഡക്ഷൻ എന്നൊരു കൺസെപ്റ്റുമായിട്ട് അത് മാച്ച് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വിളിക്കുന്ന മറ്റൊരു പേരാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അത് റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി Mn+/m എന്ന് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ സിങ്കിനെ സംബന്ധിച്ചിടത്തോളം Zn2+ Zn അതാണ് ശരി. അല്ലാതെ Zn2+ എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ അതുപോലെ ഈ Cu2+ എന്ന് എഴുതിയാൽ ശരി. അല്ലാതെ Cu2+ എന്ന് എഴുതിയാൽ അത് തെറ്റാണെന്ന് ഓർമ്മ വരണം. ഓക്കെ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ വിളിക്കുന്ന മറ്റൊരു പേര്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വിളിക്കുന്ന മറ്റൊരു പേര് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, ഇനി ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസിനെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലായ 298 കെൽവിനിലും 1 അറ്റ്മോസ്ഫിയറിലും മെഷർ ചെയ്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓരോ ഹാഫ് സെല്ലുകളുടെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ സ്റ്റാൻഡേർഡ് കണ്ടീഷനായ 298 കെൽവിനിലും 1 അറ്റ്മോസ്ഫിയറിലും മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെ മെഷർ ചെയ്ത് വച്ചിരിക്കുന്ന ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയണം. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു പേര് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഭാഗം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. അതായത് ഹാഫ് സെല്ലിനെ പറ്റി പറഞ്ഞു. ഒരു ഇലക്ട്രോഡും സൊല്യൂഷനും ഉണ്ട്. ഇനി ഇലക്ട്രോഡിന് ഓക്സിഡേഷൻ ഉണ്ട്, സൊല്യൂഷന് റിഡക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്. ആ റിഡോക്സ് റിയാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യലിനെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റൊരു പേര് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂവിനെ സ്റ്റാൻഡേർഡ് കണ്ടീഷനായ 298 കെൽവിനിലും 1 അറ്റ്മോസ്ഫിയറിലും മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മെഷർ ചെയ്ത് വച്ചിട്ടുള്ള ആ വാല്യൂവിനെ വിളിക്കേണ്ട പേര് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയണം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയണം. ഓക്കെ, അപ്പൊ അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എളുപ്പം ഇതുപോലെ തന്നെ എഴുതിയതിനു ശേഷം ഈ mn പ്ലസ് ബാർ എം എന്ന് എഴുതിയതിനു ശേഷം ഒരു 0 പോലെ, 0 തൽക്കാലം വായിക്കാം, 0 കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഈ 0 mn പ്ലസ് ബാർ എം എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതായത് നമുക്ക് ഈ mn പ്ലസ് ബാർ എം അത് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതേസമയം ഈ 0 mn പ്ലസ് ബാർ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല, കാരണം അത് നേരത്തെ ആൾക്കാർ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട്. 298 കെൽവിനിലും 1 അറ്റ്മോസ്ഫിയറിലും ആ വാല്യൂസിനെ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. ഒരു കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താൽ മതി നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. പക്ഷേ അതേസമയം സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ നമുക്ക് ഇനി കണ്ടുപിടിക്കാൻ കഴിയില്ല, കാരണം അത് ഓൾറെഡി കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട്. 298 കെൽവിനിലും 1 അറ്റ്മോസ്ഫിയറിലും മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഹാഫ് സെല്ലുകൾക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ച ഒരു റെഫറൻസ് ഇലക്ട്രോഡ് ഉണ്ട്. ആ റെഫറൻസ് ഇലക്ട്രോഡ് വേറെ ആരുമല്ല, അത് ഹൈഡ്രജന്റെ ഇലക്ട്രോഡാണ്. ഹൈഡ്രജന്റെ ഇലക്ട്രോഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ ആ പോയിന്റ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന റെഫറൻസ് ഇലക്ട്രോഡാണ് SHE. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റ്. ഓക്കെ, അതേസമയം സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന റെഫറൻസ് ഇലക്ട്രോഡിനെ വിളിക്കേണ്ട പേരാണ് SHE. വ്യത്യാസം ഒന്നുകൂടെ ഓർമ്മിക്കാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ല SHE ഉപയോഗിക്കുന്നത്, പകരം സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന റെഫറൻസ് ഇലക്ട്രോഡിനെ വിളിക്കേണ്ട പേരാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, അല്ലെങ്കിൽ SHE എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ നോക്കിയാൽ അറിയാം, നമ്മൾ എഴുതിയിരിക്കുന്ന ഈ റിയാക്ടിവിറ്റി സീരീസിൽ ആ SHE അവിടെയുണ്ട്. ആ SHE അവിടെയുണ്ട്, ശരിയാണ്. ആ SHE അവിടെ കാണുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അവിടെ കാണുന്നുണ്ട്. ഇനി ഈ SHEയുടെ ഒരു കൺസ്ട്രക്ഷൻ പറഞ്ഞാൽ നമുക്കറിയാം, അതൊരു ഹാഫ് സെൽ ആണ്. അപ്പൊ ഹാഫ് സെൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സൊല്യൂഷൻ എടുക്കാം. ശരി, ഹൈഡ്രജന്റെ സൊല്യൂഷൻ H+. ഇനി അവിടെ നമുക്ക് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് അവിടെ ഹൈഡ്രജൻ എന്ന് എഴുതാൻ കഴിയില്ല, കാരണം ഹൈഡ്രജൻ എന്നുള്ളത് ഒരു ഗ്യാസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വരച്ചിട്ട് എഴുതാൻ കഴിയില്ല. ഒരു മെറ്റൽ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. ശരി, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ SHEയുടെ കൺസ്ട്രക്ഷൻ പറയുന്ന സമയത്ത് ഒരു ഗ്ലാസ് ട്യൂബ് എടുക്കുക. ഓക്കെ, അതിനകത്തേക്ക് ഹൈഡ്രജനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു പ്ലാറ്റിനം മെറ്റൽ ഇടുക. ശരി, ഇനി ഇതിനകത്തേക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ കയറ്റുക. അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന പ്രഷർ 1 അറ്റ്മോസ്ഫിയർ ആണ്. ഇനി അതിന് മുക്കി വയ്ക്കുന്ന H+ അയോണുള്ള സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആണ്. ഓക്കെ, SHEയുടെ കൺസ്ട്രക്ഷൻ പറയുന്ന സമയത്ത് SHE എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അതിനകത്തേക്ക് ഒരു പ്ലാറ്റിനം വയറുണ്ട്. ഇനി അതിനകത്തേക്ക് ഹൈഡ്രജൻ ഗ്യാസ് 1 അറ്റ്മോസ്ഫിയറിലുള്ള ഹൈഡ്രജൻ ഗ്യാസ് അതിനകത്ത് നിറയ്ക്കണം. ഇനി അതിനെ തന്നെ H+ അയോണിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കണം. ആ H+ അയോണിന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി SHEയുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂവിനെ നമുക്ക് 0 എന്ന് അസൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഉപയോഗിച്ച 3 നമ്പറുകൾ 1 അറ്റ്മോസ്ഫിയർ ഓർമ്മിക്കുക, 1, പിന്നെ ഒരു 1 മോളാർ കോൺസെൻട്രേഷന്റെ കാര്യം ഓർമ്മിക്കുക. ഇനി ഇപ്പം പറഞ്ഞിരിക്കുന്ന പുതിയ പോയിന്റ് എന്ന് വെച്ചാൽ അത് 0 ആണ്. അത് വേറെ ഒന്നുമല്ല, SHEയുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന് 0 എന്നല്ല ഞാൻ പറഞ്ഞത്. SHEയുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ അല്ലെങ്കിൽ SHEയുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂവിനെ
0 എന്ന് അസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ തൽക്കാലത്തേക്ക് SHയുടെ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ E0 വാല്യൂ 0 എന്ന് മനസ്സിലാക്കാം. 0. ഓക്കെ, ഇനി അത് എന്തുകൊണ്ട് 0 ആണ് എന്ന് ചില പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത് കൺവെൻഷനലി 0 ആണ് ഉത്തരം. അതാണ്, അല്ലാതെ പ്രത്യേകിച്ച് സയന്റിഫിക് ജസ്റ്റിഫിക്കേഷൻ ഒന്നും അതിനകത്ത് പറയാറില്ല. കൺവെൻഷനലി നമുക്ക് ഉപയോഗിക്കാൻ സൗകര്യത്തിന് വേണ്ടി SHയുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂവിനെ 0 എന്ന് അസൈൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ഓക്കെ, അപ്പൊ അത്രയും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു നോക്കാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റഫറൻസ് ഇലക്ട്രോഡിന്റെ പേര്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കഴിയില്ല, അത് തെറ്റാണ്. പകരം അടുത്തൊരു ചോദ്യം, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന റഫറൻസ് ഇലക്ട്രോഡിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് പറയാം, അത് SH ആണ്. ഓക്കെ, SHയുടെ ഉപയോഗം എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയണം. ശരിയായ ഉത്തരം SHയുടെ ഉപയോഗം ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ എന്നത് ശരിയായ ഉത്തരം എന്ന് ഓർമ്മിച്ചോ. ശരി, ഇനി നമുക്കറിയാം SHE. ഈ SHE ഉപയോഗിച്ചാണ് ബാക്കിയുള്ള ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ SHE ആയിട്ട് കപ്പിൾ ചെയ്യുന്ന സമയത്ത് ഒരു ഹാഫ് സെല്ലിനെ SHE ആയിട്ട് കപ്പിൾ ചെയ്യുന്ന സമയത്ത്, പിന്നെ ഉദാഹരണം ഇപ്പൊ സിങ്ക് SHE ആയിട്ട് കപ്പിൾ ചെയ്താൽ അവിടെ സിങ്ക് ആനോഡും SHE കാഥോഡുമാണ്. ഇനി അതേസമയം കോപ്പർ SHE ആയിട്ട് കപ്പിൾ ചെയ്താൽ അവിടെ SHE ആണ് ആനോഡ്, കോപ്പർ കാഥോഡാണ്. അപ്പൊ കൂടെ വരുന്ന മെറ്റൽസ് മാറുന്നതനുസരിച്ച് SHE ആനോഡായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, SHE കാഥോഡായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എങ്കിൽ SHE ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഹാഫ് സെൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അപ്പൊ ഈ കോളത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഹാഫ് സെൽ റെപ്രസെന്റേഷൻ ഓഫ് SHE ആസ് ആനോഡ്. അപ്പൊ ഞാൻ പറഞ്ഞത് SHEയും അയണും ചേർന്നൊരു സെൽ ഉണ്ടാക്കിയാൽ അവിടെ അയൺ ആനോഡ്, SH കാഥോഡുമാണ്. അതേസമയം SHEയും സിൽവറും ചേർന്നൊരു സെൽ ഉണ്ടാക്കിയാൽ SHE ആനോഡായ സിൽവർ കാഥോഡാണ്. ഓക്കെ, അപ്പൊ അതായത് SHE ആനോഡായിട്ടും ആക്ട് ചെയ്യാം, SHE കാഥോഡായിട്ടും ആക്ട് ചെയ്യാം. ഇനി ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് SHE എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, ആനോഡായിരിക്കുന്ന സമയത്ത് ആദ്യം ആനോഡിന്റെ പേര് പറയണം. ആനോഡിന്റെ പേര് നമുക്കറിയാം, ഇവിടെ ഇലക്ട്രോഡ് ഹൈഡ്രജൻ, സോ ഹൈഡ്രജൻ. Then ആ സ്ലാഷ് റെപ്രസെന്റ് ചെയ്യാം, /2. ഇനി അവിടെ സൊല്യൂഷൻ H+. ഹാഫ് സെല്ല് മാത്രമേ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, കംപ്ലീറ്റ് സെല്ല് ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല. SHE എന്ന ഹാഫ് സെല്ലിനെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചാൽ ഇതുപോലെ നമുക്ക് കാണിക്കാം. ഇനി നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഒരു സോളിഡ് സപ്പോർട്ട് കൂടെ കാണിക്കാറുണ്ട്. ഹൈഡ്രജന്റെ സോളിഡ് സപ്പോർട്ട് പ്ലാറ്റിനം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും കൂടെ ഇവിടെ കാണിക്കാറുണ്ട്, പ്ലാറ്റിനം ഹൈഡ്രജൻ. ഇനി സ്റ്റാൻഡേർഡ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജന്റെ പ്രഷർ കൂടെ അവിടെ എഴുതാം. ഹൈഡ്രജന്റെ പ്രഷർ 1 atmosphere. അതേസമയം H+ന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ SHE ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ഹാഫ് സെൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ പ്ലാറ്റിനം H2/H+, H2ന്റെ ബ്രാക്കറ്റിനകത്ത് 1 atmosphere എന്ന്, H+ന്റെ ബ്രാക്കറ്റിനകത്ത് 1 മോളാർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ചില സമയം SHE കാഥോഡായിട്ട് മാറാറുണ്ട്. അപ്പോൾ അടുത്ത പോയിന്റ് അതാണ്, ഹാഫ് സെൽ റെപ്രസെന്റേഷൻ ഓഫ് SHE ആസ് കാഥോഡ്. കാഥോഡായിരിക്കുന്ന സമയത്ത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? കാഥോഡായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ആദ്യം എന്ത് കാണിക്കണം? കാഥോഡിക് സൊല്യൂഷനെ പറ്റി കാണിക്കണം. സോ കാഥോഡിക് സൊല്യൂഷൻ ഇവിടെ H+. ഇത് മറ്റൊരു സെല്ലുമായിട്ട് കപ്പിൾ ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. റെപ്രസെന്റ് ചെയ്യുന്നത് SHE പറ്റി മാത്രമാണ്. H+. Then കാഥോഡിന്റെ പേര് H2. ഇനി സോളിഡ് സപ്പോർട്ട് ഉള്ളത് ഹൈഡ്രജൻ ആണ്, H+നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കോമൺ പ്ലാറ്റിനം. H2ന്റെ പ്രഷർ 1 atmosphere, H+ന്റെ കോൺസെൻട്രേഷൻ 1 മോളാർ. ഓക്കെ, അപ്പോ SHE കാഥോഡ് ആയിരിക്കുന്ന സമയത്ത് ആ ഹാഫ് സെൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ H+/H2, പ്ലാറ്റിനം. H2ന്റെ ബ്രാക്കറ്റിൽ 1 atmosphere, H+ന്റെ ബ്രാക്കറ്റിൽ 1 മോളാർ. ഇനി അടുത്തെഴുതിയിരിക്കുന്നത് അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഐറ്റം ആണ്, ഹാഫ് സെൽ റിയാക്ഷൻ ഓഫ് SHE. ഇത് റെപ്രസെന്റേഷൻ ആണ്, ഇത് റിയാക്ഷൻ ആണ്. ഇനി ആനോഡ് ആയിരിക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ ആണ് കാണിക്കേണ്ടത്. ആനോഡ് ആയിരിക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ. സോ ഓക്സിഡേഷൻ എങ്ങനെ കാണിക്കാം? ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ കാണിക്കാൻ പറഞ്ഞാൽ H2 gives H++ electron. H2 gives 2H++ 2 electron.
ആനോഡ് ആയിരിക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ ആണ് കാണിക്കേണ്ടത്. അതേസമയം കാഥോഡ് ആയിരിക്കുന്ന സമയത്ത് റിഡക്ഷൻ ആയിട്ട് കാണിക്കണം 2H plus 2 electron is H2. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു വന്നത് SH ആനോഡ് ആയിരിക്കുന്ന സമയത്ത് റെപ്രസെന്റേഷൻ, SH കാഥോഡ് ആയിരിക്കുന്ന സമയത്ത് റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ഓർമ്മിക്കേണ്ടത് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് വേണം റെപ്രസെന്റ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ 2H plus എന്ന് എഴുതിയാൽ അവിടെ മാർക്ക് നഷ്ടപ്പെടും. ഇവിടെ H plus എന്നേ എഴുതാൻ പാടുള്ളൂ. അതേസമയം ഇക്വേഷനകത്ത് വരുന്ന സമയത്ത് അവിടെ 2H പ്ലസിന്റെ കാര്യം ഉണ്ട്, മറന്നു പോകരുത്. റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിമ്പിൾ ആയിട്ട് വേണം അത് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ 2H plus എന്ന് എഴുതിയാൽ അവിടെ മാർക്ക് നഷ്ടപ്പെട്ടു പോകും. അതേസമയം ഇക്വേഷനകത്ത് അവിടെ 2H plus ഉണ്ടെന്ന് ഓർമ്മിച്ചു. ശരി, അപ്പൊ ഇന്ന് പറഞ്ഞു വന്ന കാര്യം ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പറയാം. 3 കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. ഗാൽവാനിക് പ്രോസസ്സ്, ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സ്, പിന്നെ കണ്ടക്ടൻസ്. അതില് ഗാൽവാനിക് പ്രോസസ്സ് എന്താണെന്നും ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സ് എന്താണെന്നും മനസ്സിലാക്കി. ആനോഡ് ചാർജ് വെച്ചല്ല നമ്മൾ പറഞ്ഞത്, പകരം ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം, ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന സ്ഥലം, റിയാക്ടിവിറ്റി കൂടിയ സ്ഥലം, 2 തരത്തിൽപ്പെട്ട പ്രോസസ്സിനായാലും കാഥോഡും അറിയാം. അടുത്ത് പറഞ്ഞത് ഹാഫ് സെല്ലിനെ പറ്റിയാണ്. ഇനി ഹാഫ് സെല്ലിന്റെ പ്രത്യേകത അതിനകത്ത് ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യലിനെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. അത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യുക. ഇനി ഇതേ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂവിന് സ്റ്റാൻഡേർഡ് കണ്ടീഷനായ 298 കെൽവിനിൽ 1 അറ്റ്മോസ്ഫിയർ മെഷർ ചെയ്ത് വെച്ചിരുന്നാൽ അത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയണം. E0 m plus bar m എന്ന് പറയണം. ഇനി ഈ E0 വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച റഫറൻസ് ഇലക്ട്രോഡ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ്. അതിന്റെ കൺസ്ട്രക്ഷൻ അറിയാം, അതിന്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ 0 ആണെന്നും അറിയാം. ഇനി ഇത് ഉപയോഗിച്ച് പല ഹാഫ് സെല്ലുകളുടെയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, E0 വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ സിങ്കിന്റേത് ആ വാല്യൂ -0.76 വോൾട്ട് ആണ്. അതേസമയം കോപ്പറിന് അതിന്റെ വാല്യൂ 0.34 വോൾട്ട് ആണ്. അപ്പൊ ബാക്കി ഇതുപോലെ വാല്യൂസ് ഉണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് 1-2 വാല്യൂസ് മാത്രമേ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇത് SHE മറ്റൊരു ഹാഫ് സെല്ലുമായിട്ട് കപ്പിൾ ചെയ്തിട്ടാണ് ഈ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. അതായത് SHEയും സിങ്കും കൂടെ കപ്പിൾ ചെയ്തിട്ട് സിങ്കിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. SHE കോപ്പറും കൂടെ കപ്പിൾ ചെയ്തിട്ട് കോപ്പറിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അങ്ങനെ കണ്ടുപിടിക്കുന്ന സമയത്ത് SHEക്ക് ആനോഡായിട്ടും കാഥോഡായിട്ടും കൂടെയുള്ള മെറ്റൽ മാറുന്നതനുസരിച്ച് ആനോഡായിട്ടും ആക്ട് ചെയ്യാം, കാഥോഡായിട്ടും ആക്ട് ചെയ്യാം. ഇനി ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ ഹാഫ് സെൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് പഠിച്ചു. കാഥോഡ് ആയിരിക്കുന്ന സമയത്ത് ആ ഹാഫ് സെൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ മനസ്സിലാക്കി. ഇനി അടുത്ത് പഠിച്ചത് റിയാക്ഷൻ ആണ്. SHE ആനോഡ് ആയിരിക്കുന്ന സമയത്ത് SHEയുടെ റിയാക്ഷൻ എങ്ങനെ, ഹാഫ് സെൽ റിയാക്ഷൻ എങ്ങനെയെന്ന് പഠിച്ചു. SHE കാഥോഡ് ആയിരിക്കുന്ന സമയത്ത് SHEയുടെ ഹാഫ് സെൽ റിയാക്ഷൻ എങ്ങനെയെന്ന് പഠിച്ചു. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന സീരീസ് നോക്കിയാൽ അറിയാം ഇത് റിയാക്ടിവിറ്റി സീരീസ് ആണ്. ഇനി ഇതിനെ പിന്നെ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനെ മറ്റൊരു പേര് ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയാം. ആ സീരീസ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. ഈ സീരീസിനെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയാം, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയാം. ആ സീരീസും ക്രമത്തിൽ ഇത്രയും എങ്കിലും നമ്മളൊക്കെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ തൽക്കാലം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ബാക്കിയുള്ള ഇലക്ട്രോ കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം.